ബീഫ് കറിയും ദോശയും പൊറോട്ട എല്ലാം മേടിച്ച് കഴിച്ച് കഴിഞ്ഞ് എട്ടാമതൊരു ബീഫ് ഫ്രൈ മേടിച്ചുകൊണ്ട് ഇവർ HDFC ബാങ്കിൻ്റെ അവിടെ ഇവരെ ട്രാവലർ പാർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. HDFC സൈഡിൽ അങ്ങ സൈഡിൽ ക്യാമറ ഉണ്ട്. ആ ക്യാമറയുടെ ചേർന്നാണ് ഈ വണ്ടി പാർക്ക് ചെയ്തിട്ടിരുന്നത്. അപ്പോൾ ഈ ബീഫ് ഫ്രൈ ആയിട്ട് ഇവർ AC-ക്കകത്തോട്ട് ഈ ട്രാവലിനകത്ത് കയറി ഭക്ഷണം കഴിക്കാനിരുന്നു. അവർ മദ്യപിക്കും. നമുക്ക് നോക്കേണ്ട കാര്യമില്ല, മദ്യപിക്കുകയാണോ അവരെന്ത് ചെയ്യുന്നു നോക്കേണ്ട, വിനോദസഞ്ചാരികളല്ലേ, നമുക്ക് നോക്കേണ്ട കാര്യമില്ലത്. അവർ എട്ടാമത്തെ ബീഫ് ഫ്രൈ മേടിച്ചിട്ട് നിന്ന് ഒരു കഴിച്ച് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേനും ഒരു പയ്യൻ ഇറങ്ങുമെന്ന് പറഞ്ഞു. ഒരു 2 കഷ്ണം ബീഫ്, കടയിൽ ഭയങ്കര തിരക്കാൻ നേരം, ഒരു 2 കഷ്ണം ബീഫുമായിട്ട് വന്ന് പറഞ്ഞു ഇത് കേടാന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ പാത്രം എടുത്ത് കളിച്ചിട്ട് മോനെ ഇത് കേടല്ല, കാരണം ഈ ബീഫ് ഫ്രൈ ആണ് നിങ്ങൾക്ക് ആദ്യം വരെ തരുന്നത്, പിന്നെ ഇതെങ്ങനെ കേടാന്ന് ചോദിച്ചു. അതൊരു അവൻ എന്നോട് പറഞ്ഞു ചേട്ടൻ മണത്ത് നോക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് മണത്ത് നോക്കേണ്ട കാര്യമില്ല, ഞാൻ തന്ന സാധനം ഉറപ്പുണ്ടായിട്ട്. പാലായിൽ 27 വർഷമായി തട്ടുകട നടത്തുന്ന പ്രിയപ്പെട്ട ജോയി ചേട്ടൻ്റെ ഒരു ദുരനുഭവത്തെ പറ്റിയിട്ടാണ് നമുക്ക് ഉള്ളിവിടെ പറയുന്നത്. ഈ കഴിഞ്ഞ ദിവസം എറണാകുളം വരാപ്പുഴ സ്വദേശികൾ ഒരു ട്രാവലറിനകത്ത് മദ്യപിച്ച് ആണ് വന്നതെന്നാണ് നാട്ടുകാരെല്ലാം പറഞ്ഞത്. കാരണം അവിടെ വന്ന് ഈ തട്ടുകടയിൽ വന്ന് ബീഫിനെ ചൊല്ലി ഒരു വിഷയമുണ്ടായി. ആ വിഷയത്തെ തുടർന്ന് കുറേ സംഭവവാസങ്ങൾ ഓൺലൈൻ മീഡിയയിലും ഇത് വ്യാപകമായി പ്രചരിക്കുന്നു. ഇതിനെതിരെ ആണ് ഇദ്ദേഹം ഇന്ന് പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയിരിക്കുന്നത്. ജോയിച്ചേട്ടൻ പറഞ്ഞു. ഞാൻ 27 വർഷമായിട്ട് പാലയിൽ തട്ടുകട നടത്തി വരുന്നൊരു ആളാണ്. ജോയ്സ് ഫാസ്റ്റ് ഫുഡ് എന്നാണ് എൻ്റെ കടയുടെ പേര്. മഹാറാണി കവലയിൽ നിന്ന് ഈരാറ്റുപേട്ടയ്ക്ക് തിരിയുന്ന വഴിക്കാണ് കട. കഴിഞ്ഞ ഞായറാഴ്ച രാത്രി 10 മണിക്ക് വാരാപ്പുഴയിലുള്ള ഒരു ട്രാവലർ എൻ്റെ കടയിൽ നിർത്തുകയും ഭക്ഷണം കഴിക്കാൻ ഉണ്ടോയെന്ന് ചോദിക്കുകയും ചെയ്തു. ഞാൻ ഭക്ഷണം ഉണ്ടെന്ന് പറഞ്ഞു. എന്തൊക്കെ ഐറ്റങ്ങളുണ്ടെന്ന് വെച്ചാൽ ഞാൻ ഐറ്റങ്ങളുടെ പേരെല്ലാം പറഞ്ഞു കൊടുത്തു. ബീഫ്, ബോട്ടി, ലിവർ, മീൻ, അങ്ങനെ ചിക്കൻ ഐറ്റങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. അവർ അന്നേരം കടയിൽ ഭയങ്കര തിരക്കായതിൻ്റെ പേരിൽ അവർ 10 മിനിറ്റ് മാറി നിന്ന് കഴിഞ്ഞ് അവരൊരു 10 മിനിറ്റ് കഴിഞ്ഞ് കടയിൽ കയറി കഴിക്കാൻ വന്നു. സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, പ്രായമായ ഒരു അപ്പച്ചനുണ്ട്, പിന്നെ ആണുങ്ങളെല്ലാം ഉണ്ട്. ഒരു 19 പേരാണ്, 20 പേര് അടുത്തുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞ ഐറ്റങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. അവർ 7 ബീഫ് ഫ്രൈയും 2 ബീഫ് കറിയും അവരാദ്യം മേടിച്ച് ദോശയും ഓംലെറ്റ് എല്ലാം മേടിച്ച് ഫസ്റ്റിൽ എന്നോട് ചോദിക്കുന്ന ഒരു സിംഗിൾ ഓംലെറ്റ് ഉള്ളി ഇടാതെ തരാമോ, ഉള്ളി ഇടാതെ തരാമോ എന്ന് ചോദിച്ചു. ഞാനൊരു കൊച്ചുണ്ടായിരുന്നു, ആ കൊച്ചിന് ഉള്ളി ഇടാതെ ഒരു സിംഗിൾ ഓംലെറ്റ് കൊണ്ട് കൊടുത്തു. അത് കഴിഞ്ഞ് എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചു. ഉണ്ടെന്ന് ഞാൻ ഐറ്റങ്ങളെല്ലാം പറഞ്ഞു. അവർ 7 ബീഫ് ഫ്രൈയും 2 ബീഫ് കറിയും ദോശയും പൊറോട്ട എല്ലാം മേടിച്ച് കഴിച്ച് കഴിഞ്ഞ് എട്ടാമതൊരു ബീഫ് ഫ്രൈ മേടിച്ചുകൊണ്ട് ഇവർ HDFC ബാങ്കിൻ്റെ അവിടെ ഇവരെ ട്രാവലർ പാർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. HDFC സൈഡിൽ അങ്ങ സൈഡിൽ ക്യാമറ ഉണ്ട്. ആ ക്യാമറയുടെ ചേർന്നാണ് ഈ വണ്ടി പാർക്ക് ചെയ്തിട്ടിരുന്നത്. അപ്പോൾ ഈ ബീഫ് ഫ്രൈ ആയിട്ട് ഇവർ AC-ക്കകത്തോട്ട് ഈ ട്രാവലിനകത്ത് കയറി ഭക്ഷണം കഴിക്കാനിരുന്നു. അവർ മദ്യപിക്കും. നമുക്ക് നോക്കേണ്ട കാര്യമില്ല, മദ്യപിക്കുകയാണോ അവരെന്ത് ചെയ്യുന്നു നോക്കേണ്ട, വിനോദസഞ്ചാരികളല്ലേ, നമുക്ക് നോക്കേണ്ട കാര്യമില്ലത്. അവർ എട്ടാമത്തെ ബീഫ് ഫ്രൈ മേടിച്ചിട്ട് നിന്ന് ഒരു കഴിച്ച് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേനും ഒരു പയ്യൻ ഇറങ്ങുമെന്ന് പറഞ്ഞു. ഒരു 2 കഷ്ണം ബീഫ്, കടയിൽ ഭയങ്കര തിരക്കാൻ നേരം, കേടാന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ പാത്രം എടുത്ത് കളിച്ചിട്ട് മോനെ ഇത് കേടല്ല, കാരണം ഈ ബീഫ് ഫ്രൈ ആണ് നിങ്ങൾക്ക് ആദ്യം വരെ തരുന്നത്, പിന്നെ ഇതെങ്ങനെ കേടാന്ന് ചോദിച്ചു. അതൊരു അവൻ എന്നോട് പറഞ്ഞു ചേട്ടൻ മണത്ത് നോക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് മണത്ത് നോക്കേണ്ട കാര്യമില്ല, ഞാൻ തന്ന സാധനം ഉറപ്പുണ്ടായിട്ട് ഞാൻ തന്നെന്ന് പറഞ്ഞു. ഞാനത് മേടിച്ച് അങ്ങോട്ട് വേണമെങ്കിൽ കഴിക്കണമെന്ന് പറഞ്ഞ് വേസ്റ്റിലേക്ക് കളയുകയും ചെയ്തു. അത്ര എൻ്റെ ഭാഗത്തൊരു സംഭവം ഉണ്ടായി. അപ്പോഴത്തേന് ഇവരങ്ങോട്ട് വേറൊരു അരി കൊണ്ടു, 1 കഷ്ണം ബീഫ് കൊണ്ടെന്ന് പറഞ്ഞു. ഇതും കേടാന്ന് പറഞ്ഞു. ഞാൻ ഇത്രയും നേരം നിങ്ങൾ കഴിച്ചതിന് കേടില്ലായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ 7 ബീഫ് ഫ്രൈയും 2 ബീഫ് കറി അവർ ഓൾറെഡി കഴിച്ചിട്ടാണ് എട്ടാമത്തെ ബീഫ് ഫ്രൈ വണ്ടിയെ കൊണ്ടുപോയിട്ടാണ് കേടാന്ന് വെച്ച് തിരിച്ചു കൊണ്ടിരുന്നത്. ഈ ബീഫ് ഫ്രൈക്ക് അത് പകുതി അവരുടെ വണ്ടിക്കകത്ത് ഇരിക്കുകയായിരുന്നു. തിരിച്ചവരെ ബീഫ് ഫ്രൈ ആയിട്ട് എൻ്റെ അടുത്ത് വന്നിങ്ങനെ വേളം വെച്ചപ്പോഴത്തേനും ഞാൻ ബീഫ് ഫ്രൈ മേടിച്ച് ഡ്രൈവറായിട്ട് ആ ബീഫ് ഫ്രൈ മേടിച്ചിട്ട് പറഞ്ഞു ഇവൻ കൊണ്ടുപോകുന്നത്. ഞാൻ അത് കൊണ്ടുപോകണം, എൻ്റെ കടയ്ക്കകത്ത് വെച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും എന്നെ പിടിപ്പിക്കുമോ, ഈ ഫുഡ് ആൻഡ് സേഫ്റ്റിക്കാരെ ഏത് ആൾക്കാരെ കൊണ്ടുവന്ന് എൻ്റെ കടയ്ക്കകത്ത് വെച്ച് എന്ത് മോശം ഭക്ഷണം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വന്ന് പിടിപ്പിക്കാമെന്ന് പറഞ്ഞു. അല്ല പുറത്ത് കൊണ്ടുപോയിട്ട് ഇത് പിടിപ്പിക്കാൻ സമ്മതിക്കുകയെന്ന് പറഞ്ഞു. പുറത്ത് കൊണ്ടുപോകുമ്പോൾ ഭക്ഷണം വേറെ ആയുമ്പോൾ പോലും, അതുകൊണ്ട് പുറത്ത് കൊണ്ടുപോയി നടക്കുകയില്ല, കടയിലകത്ത് വെച്ച് എന്ത് മോശം ഭക്ഷണം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേനും പുറയിൽ കടയുടെ ബാഗിലിരുന്ന് കഴിച്ച ഒരു അച്ചായൻ പറഞ്ഞു പൈസ കൊടുത്തിട്ട് ബോഡി എന്ന് പറഞ്ഞു. ഇങ്ങനെ ഈ കസ്റ്റമർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരോട് പറഞ്ഞു പൈസ കൊടുത്തിട്ട് പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ പോരുന്ന ഇങ്ങനെ ഓരോ ആൾക്കാർ അവിടെ നിന്ന് കമൻറ്റ് പറയുന്നത്. അപ്പോഴത്തേന് ഞാൻ പെട്ടെന്ന് പറഞ്ഞു നിങ്ങൾ ഉടക്കം വെള്ളം ഉണ്ടാക്കില്ല, നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നിങ്ങൾ സംസാരിക്കാൻ പറഞ്ഞു. ഇപ്പോൾ ഇവരെല്ലാവരും അന്നേരം പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേനും ഈ പടം കഴിഞ്ഞ് വരുന്ന സമയമായിരുന്നു. ഏതാണ്ട് 10 കഴിഞ്ഞപ്പോഴത്തേനും പടം കഴിഞ്ഞ് വരുന്ന ഭയങ്കര ജനങ്ങൾ കൂടി ഈരാറ്റുപേട്ടയ്ക്ക് പോകുന്ന ആൾക്കാർ മുഴുവൻ അവിടെ വണ്ടി നിർത്തി എന്നാണെന്നറിയാൻ സംഭവം നിർത്തി. കാരണം ഞാൻ 27 വർഷമായിട്ട് പാലായിൽ ഈ പ്രസ്ഥാനം നടത്തുന്നതാണ്. ഇന്ന് വരെ എൻ്റെ ഒരു ഭക്ഷണത്തിന് ആരും ഒരു മോശം പറഞ്ഞിട്ടില്ല, മോശം കേട്ടിട്ടില്ല അങ്ങനെ. എന്നിട്ട് ഇവരിങ്ങനെ ബഹളം വെച്ചപ്പോഴത്തേനും ആൾക്കാരെല്ലാം തടിച്ചു കൂടി ഭയങ്കര പ്രശ്നങ്ങളായി, ഒന്നും തള്ളും ബഹളമായി. അപ്പോഴത്തേനും പോലീസ് വന്നു. ഒരു വനിതാ മാഡം ഉണ്ടായിരുന്നു, അവരോട് ഇവർ തട്ടിക്കയറി സംസാരിച്ചു. അവർ പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റേഷനിൽ വന്ന് പരാതിപ്പെടുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ
ഒരു അരമുക്കാൽ മണിക്കൂർ അവിടെ ഒരു 10-20 മിനിറ്റ് പോലും അവിടെ ഭയങ്കര സംഘർഷാവസ്ഥയായിരുന്നു. കാരണം പോലീസ് എല്ലാം വന്നിട്ട് ഇവരെ ഒതുങ്ങുന്നില്ല. പോലീസ് പറയുന്നുണ്ട് നിങ്ങൾ ഒതുങ്ങുക, നിങ്ങളുടെ കുഴപ്പമാണെന്ന് പോലീസ് തീർത്ത് പറഞ്ഞിട്ട് അവർ അംഗീകരിക്കുന്നില്ല. ഇവരങ്ങോട്ട് തട്ടിക്കറി ഇവർ എന്താ ലഹരിയാണ് കഴിച്ചേക്ക് നമുക്കറിയത്തില്ല. എന്തായാലും ഇവർക്ക് എല്ലാവർക്കും തന്നെ ഒരു പൂസുണ്ട്. കാരണം ആ കടയിൽ വന്ന എല്ലാവർക്കും തന്നെ പൂസുണ്ട്. പിള്ളേരൊഴിച്ച് ബാക്കി എല്ലാവർക്കും പൂസുകാരവർ. അവർ മദ്യപിച്ചിട്ട് വന്നവരുണ്ട്. ഡ്രൈവർ മദ്യപിച്ചിട്ടില്ല. വണ്ടി ഓടിക്കും ഡ്രൈവറെ അവിടെ ഒതുക്കി വെച്ചത് മദ്യപിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഡ്രൈവറാണ് ഒന്നാമത്തെ കാരണക്കാരൻ. ഡ്രൈവറാണ് ഈ ബീഫ് ഫ്രൈ എടുത്തുകൊണ്ട് പോയതിൻ്റെ കാരണം. പിന്നെ ഈ പെങ്കൊച്ചാണ് ഈ പറഞ്ഞു അവിടെ ഒരു ഓട്ടോ വന്നു. ഒരു ഓട്ടോ അഭിമരിയ എന്നൊരു ഓട്ടോ ആദ്യം വന്നു. ആ ഓട്ടോയാണ് ഈ 4 പേരെ കാർമൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം. അപ്പം ഓട്ടോറിക്ഷക്കാരനെ ഞാൻ ചോദിച്ചു ഇതെന്നാ പ്രിയൻ ആൻ്റണി എന്നാണ് പുള്ളിയുടെ പേര്. തിരിച്ചു വന്നപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങളാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി? അത് ഞാനായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ 4 പേര് കാർമൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞാൻ എന്നാ പറ്റി? അത് ഫുഡ് പോയ്സണാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു പെട്ടെന്ന് ഈ 5 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ട് ഫുഡ് പോയ്സൺ ഉണ്ടാവുമെന്ന് ചോദിച്ചു. സാധാരണ നമ്മളൊരു ഭക്ഷണം കഴിച്ചാൽ ഒരു മണിക്കൂറിൽ 2 മണിക്കൂർ കഴിഞ്ഞാൽ ഫുഡ് പോയ്സൺ ഉണ്ടാകും. 15 മിനിറ്റ് കൊണ്ട് എങ്ങനെയാണ് ഫുഡ് പോയ്സൺ? അതിന് ഇവനെ ഓട്ടോ വിട്ടങ്ങ് പോവുകയും ചെയ്തു. ഈ പ്രിയൻ അന്ന് രാത്രിയിൽ നമ്മുടെ സന്തോഷ് പുളിക്കനെ വിളിച്ചു പറഞ്ഞു രാവിലെ ഒരു ലൈവ് ഇടണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ സംഭവം ഒന്നും അറിയുന്നില്ല. രാവിലെ സന്തോഷ് പുളിക്കുന്ന ഒരു സുപ്രഭാതത്തിൽ ഒരു ലൈവ് ഇട്ടേക്കുക. അങ്ങനെ വൈകുന്നേരം നമ്മുടെ ഒരു ഓട്ടോറിക്ഷ കൊണ്ട് ഓടിക്കുന്ന ഒരു ചേട്ടൻ വന്ന് പറഞ്ഞത് നിങ്ങളുടെ കടയെക്കുറിച്ചാണ് ഈ സംഭവം എന്ന് വെച്ചത്. അപ്പം ഞാൻ നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഇത് സംഭവം കാണുന്നത്. അന്നേരം വരെ നമ്മൾ മാനസികമായിട്ട് ആകപ്പാടെ തകർന്ന് ഒരു സന്തോഷ് പുളിക്കും പറഞ്ഞേക്കുന്നു. ഇവിടെ പാലായിൽ ഈരാറ്റുപേട്ട കടയുടെ പേര് പറഞ്ഞിട്ടില്ല. പാലാ ഈരാറ്റുപേട്ട റോട്ടിൽ തട്ടുകടയിൽ പിന്നെ പഴകിയ ബീഫ് കൊടുത്തു ഫുഡ് പോയ്സൺ പിടിച്ച് 7 പേര് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാന്ന് പറഞ്ഞു. 7 പേർ അഡ്മിറ്റാന്ന് പറഞ്ഞ് അപ്പം പിന്നെ ബന്ധപ്പെട്ട അധികാരികൾ അതിനകത്ത് ശ്രദ്ധിക്കുന്നില്ല. പോലീസ് അവരുടെ കയ്യിലാണ്, പിന്നെ തട്ടുകടയിൽ അവരുടെ കയ്യിലാണ്, രാഷ്ട്രീയക്കാർ അവരുടെ കയ്യിലാണ്, ആൾബലമുണ്ട്, ഗുണ്ടാബലമുണ്ടെന്നൊക്കെ പറഞ്ഞ് പുള്ളി അങ്ങനെ ടൈവായിട്ട് വിട്ടുകൊണ്ടിരിക്കുക സന്തോഷ് പുളിക്കൻ. അപ്പോൾ ഇത് വൈകുന്നേരം എൻ്റെ കൂട്ടുകാരൻ വന്നിട്ട് ചോദിച്ചു, ടോണി എന്നോട് ചോദിച്ചാൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് പറയാമെന്ന് ചോദിച്ചു. ഇപ്പോൾ ഞാൻ സന്തോഷ് പുളിക്കനാണ് ഇതിൻ്റെ കാര്യങ്ങൾ ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അത് മാത്രമേ നമ്മൾ ലൈവായിട്ട് അന്ന് ഇത് കാണുന്നുള്ളൂ. ഉടനെ നമുക്കൊന്ന് ഇപ്പോൾ ടോണി പറഞ്ഞു നമുക്ക് ഇവരോട് പോയി ചോദിക്കാം, സന്തോഷ് പുളിക്കനെ വിളിച്ച് ചോദിക്കാമെന്ന് പറഞ്ഞു. ഉടനെ ഞങ്ങൾ KR ബേക്കറി അവിടെ ചെന്നപ്പോൾ സന്തോഷ് പുളിക്കനുണ്ട്. അന്നേരം എന്നോട് ചോദിച്ചേട്ടൻ്റെ കടയായിരുന്നു, ഞാൻ അറിഞ്ഞില്ല കേട്ടോ, എന്നോട് പ്രിയൻ ആൻ്റണി പറഞ്ഞിട്ടാണ് ഞാനിത് ലൈവ് ഇട്ടതെന്ന് പറഞ്ഞു. ഈ പ്രിയൻ ആൻ്റണി എൻ്റെ തൊട്ടയിലൊക്കത്തെ താമസിക്കുന്നത്. ഈ പ്രിയൻ ആൻ്റണി വന്ന് കടയിൽ വന്ന് ഭക്ഷണം കഴിക്കുകയും പാഴ്സൽ കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഒരു കണക്കുമില്ല. തലേദിവസം വരെ ഭക്ഷണം കഴിച്ചാൽ ആ പുള്ളി എടുത്തിട്ട് പിന്നെ ലൈവ് പറഞ്ഞിട്ടുണ്ട് കേസ് കിടക്കണമെന്നൊക്കെ ഇപ്പം മൊബൈലിൽ കൊടുത്തിട്ടുണ്ട്. അല്ല രാഷ്ട്രീയ ബന്ധമൊന്നുമില്ല. പുള്ളി ഇങ്ങനെ ആർക്കിട്ടിലൊക്കെ പാര വെക്കാൻ നടക്കുന്ന ആളാണ്. അതാണ് പറയുന്നത്. ഈ പുള്ളി അവിടെ ആരുമായിട്ടൊരു പ്രശ്നങ്ങളൊന്നുമില്ല. ഈ പ്രിയൻ ആൻ്റണി കൂടത്തിൽ കൊണ്ടുപോയാണ് അവർ പിന്നീട് ഈ പുള്ളിക്കെതിരെ വ്യാപകമായ പ്രിയനാണ് ഇവരോടെല്ലാം ഈ കഥകളെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. കടയെക്കുറിച്ച് ഇങ്ങനെ അഭിപ്രായം എല്ലാം പറഞ്ഞു കൊടുക്കുന്നവരാണ്. അത് കഴിഞ്ഞാണ് അവർ ഹോസ്പിറ്റലിൽ പോയി. അപ്പം ഹോസ്പിറ്റലിൽ പോയപ്പോൾ തന്നെ ഞാൻ ഹോസ്പിറ്റലുകാരെ സ്വാധീനിച്ചെന്ന് പറഞ്ഞത്. സാറെന്ന് ആലോചിക്കുക, ഈ ഹോസ്പിറ്റലിൽ പോയി ആരെ സ്വാധീനിക്കാൻ? ഈ രാത്രി പോയി PR നമ്മൾ സ്വാധീനിക്കാൻ പറ്റുന്ന കാര്യമല്ലാണ്. ഇദ്ദേഹത്തിന് 4 പിള്ളേരാണ്. 3 പിള്ളേർ നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു കൊച്ചാണെങ്കിൽ ഈ അടുത്ത കാലത്ത് മരണപ്പെടുകയുണ്ടായി. അത് ആകസ്മികമായി മരണപ്പെടുകയുണ്ടായി. അപ്പം പുള്ളി ആകെ മാനസികമായി തകർന്നിരിക്കുന്നു. പിന്നെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ട്. 3 പിള്ളേരെ പഠിപ്പിക്കേണ്ട ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ നമുക്കറിയാലോ. പിന്നെ ഈ പുള്ളിയെക്കുറിച്ച് യാതൊരുവിധ ആക്ഷേപങ്ങളും ആരും പറഞ്ഞിട്ടില്ല. ഇവിടെയുള്ള നാട്ടിലുള്ള പ്രമുഖരായിട്ടുള്ളവരും സാധാരണക്കാരായിട്ടുള്ളവരും എല്ലാം അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ഇന്ന് വരെ ഒരു കുറ്റം വേറെ വരുമാനമൊന്നുമില്ല. 4 പേരാണ്. ഒരാൾ മരിച്ചുപോയി. ഈ കാർമൽ ഹോസ്പിറ്റലിൽ ഇവര് ഫുഡ് പോയ്സൺ അഡ്മിറ്റ് ആയെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ അത് സംബന്ധിച്ചെന്തെങ്കിലും ഒന്നും നമ്മളെ ആരും ഇതുവരെ ചോദിച്ചിട്ട് ഇല്ല, ഒന്നുമില്ല. ഞാൻ അന്വേഷിക്കാൻ പോകേണ്ട കാര്യം നമ്മുടെ ഭാഗത്ത് തെറ്റില്ല. ഉണ്ടെങ്കിൽ അവർ ട്രീറ്റ്മെന്റ് ചെയ്യുമല്ലോ. തീർച്ചയായിട്ടും അവർ ചെയ്യുമല്ലോ. ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ 5 മിനിറ്റിനുള്ളിൽ ഫുഡ് പോയ്സൺ ഉണ്ടായെന്നാണ് ഇവർ പറയുന്നത്. പിന്നെ ഇവർ വന്നവര് ഇന്ന് വിവാദമായിരിക്കുന്ന ഒരു കേസിലെ പ്രതി, ക്രിമിനൽ കേസിലെ പ്രതിയുടെ കസിനാണെന്നാണ് പറയപ്പെടുന്നത്. ഈ വന്ന ഡ്രൈവർക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ട്. എറണാകുളത്ത് നിന്ന് വന്ന ഇതിനകത്ത് 3 പേർക്കും ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടെന്നാണ് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നത്. അത് അറിവാണ്. എത്ര കണ്ട ആധികാരികത ഉണ്ടെന്ന് അറിയത്തില്ല. പക്ഷേ ഇത് ഇവിടെ എല്ലാം വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഇപ്പം ഇദ്ദേഹത്തിനെതിരെ വ്യാപകമായി ഇവർ സൈബർ അറ്റാക്ക് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇന്ന് ഈ ഒരു പത്രസമ്മേളനം വിളിക്കാനുള്ള കാരണം. മുന്നോട്ട് ബന്ധപ്പെട്ട അധികാരികൾ ഇതിനകത്ത് അന്വേഷിച്ചതിൻ്റെ നടപടികൾ സ്വീകരിക്കട്ടെ. നമ്മൾ നിരപരാധിയാണെന്ന് അവർ തെളിയിക്കട്ടെ.
അല്ല ഇതിനകത്തെ ആ. സാറുമായിട്ട് ഞാൻ യാതൊരു ബന്ധങ്ങളുള്ള ഒരാളല്ല. ഞാൻ സാറിനെ കണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ മകൾ മരണപ്പെട്ടപ്പോൾ സാറ് കൊണ്ട് ഒരു റീത്തും വെച്ചിട്ട് എന്നോട് പറഞ്ഞു വിഷമിക്കണ്ട, ഇതൊക്കെ ജീവിതത്തിലുള്ളതാണെന്നൊക്കെ പറഞ്ഞ്. അപ്പം എന്നോട് ചോദിച്ചു കൊച്ചെവിടെയാണ് പഠിച്ചതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കൊച്ചെ ജമ്മു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലാണ് PG പഠിച്ച് പാസ്സായി വന്ന ആളാണ്. ഇങ്ങനെ പെട്ടെന്നൊരു സംഭവം ഉണ്ടായി. അപ്പം നമ്മുടെ അന്നേരം ജോസ് കെ മാണി സാർ വരുമ്പം അവിടെ നമ്മുടെ കൗൺസിലറുണ്ട്, പിന്നെ ചെയർമാനുണ്ട്. അങ്ങനെ അവിടുത്തെ നമ്മുടെ പലവരും ഒരു നല്ല ശതമാനം ആൾക്കാർ എൻ്റെ വീട്ടിൽ അന്നേരം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു അവസരത്തിൽ മാത്രമേ സാറുമായിട്ടൊന്ന് നേരിട്ട് കണ്ടിട്ട് പോലുള്ളൂ. അല്ലാതെ ഞാൻ സാറുമായിട്ട് യാതൊരു ബന്ധങ്ങളും ഇന്ന് വരെ ഒരു ബന്ധങ്ങളുള്ള ആളല്ല. ഇദ്ദേഹത്തിന് രാഷ്ട്രീയ പശ്ചാത്തലം ഇല്ലാത്തൊരു വ്യക്തിയായി വലിച്ചടിക്കുന്നത് നമ്മളൊന്നിനും നമ്മൾ അങ്ങനെ മീഡിയയിൽ ന്യൂസിനകത്ത് പറയുന്നത് ഇദ്ദേഹത്തിന് ജോസ് കെ മാണി സഹായിച്ചെന്നാണ് പറയുന്നത്. കർമ്മ ന്യൂസിനകത്ത് ഞാൻ സാറിനെ ഞാൻ കണ്ടിട്ടില്ല. രാഷ്ട്രീയ പശ്ചാത്തലം ഇല്ല, പുള്ളിക്ക് ഇതിനെക്കുറിച്ച് ഒരു അറിവില്ലാത്തൊരു കാര്യമാണ്. പുള്ളി ഡൽഹിയിലാണ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ജോസ് ചേട്ടൻ വിളിച്ചായിരുന്നു തന്നെ. അത് ഇങ്ങനെ RJD യുവജന വിഭാഗത്തിന്റെ നേതാവാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. സത്യത്തിൽ ഇദ്ദേഹം ഒരു ട്രാപ്ഡ് ചെയ്താണ് പുള്ളിനെ. കാരണം എന്ന് ചോദിച്ചാൽ പുള്ളി പിരിവിനായിട്ട് എല്ലായിടത്തും ചെല്ലുന്നതാണ്. എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഒരുപക്ഷെ പുള്ളി പൈസ സാമ്പത്തികമായ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ആയിരിക്കാം എന്നാണ് എനിക്ക് എൻ്റെ ഊഹം. ഒരു പൊതുജനം എന്ന രീതിയിൽ ഞാൻ പറഞ്ഞതാണ്. ഈ ഏതോ നമുക്ക് ഗുണ്ടയുടെ കസിനോ അവരുടെ സ്വന്തക്കാരാണെന്ന് പറഞ്ഞില്ലേ എന്ന് പൾസർ സുനിയായിട്ട് ബന്ധമുണ്ടെന്നാണ് പറയുന്നത്. ആ കുട്ടിക്ക്, ഈ പറയുന്ന ലൈവ് ഇട്ടേക്കുന്ന കുട്ടിക്ക് പൾസർ സുനിയായിട്ട് കസിനാണെന്ന് പറയപ്പെടുന്നു. എറണാകുളത്തുനിന്ന് പലരും പറയുന്നുള്ള അറിവുകളേ ഉള്ളൂ. നമുക്ക് യാദൃശ്ചികമായിട്ട് കാര്യമായിട്ട് കറക്റ്റായിട്ട് അറിയത്തില്ല. നമുക്കറിയത്തില്ല, ഇങ്ങനെ പറയപ്പെടുന്നു. പക്ഷേ ക്രിമിനൽ പശ്ചാത്തലമുണ്ട്. ഡ്രൈവർക്ക് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. പുള്ളി കേസിൽ പ്രതിയായിരുന്നു എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിവുള്ളതാണ്. നമ്മൾ കേസ് കൊടുക്കണം. കൊടുത്തില്ല, കൊടുക്കണം. ആ ആശുപത്രിയിൽ തന്നെ ചികിത്സിക്കുക അല്ലെങ്കിൽ വേറെ ആശുപത്രിയിൽ പോയി ചികിത്സിക്കുകയും ചെയ്യണമായിരുന്നു. ഇതൊന്നും ചെയ്തിട്ടില്ല ഇവരിങ്ങനെ ലൈവ് ഇട്ടുകൊണ്ടിരിക്കുകയല്ലേ, വേറെ ഒന്നും ചെയ്തിട്ടില്ല ഇവര്. ഇത് മീഡിയയ്ക്ക് കൊടുത്ത് നമ്മുടെ കടയിൽ കയറണമെന്നും എനിക്ക് ഇന്നലെ കച്ചവടം ഒരു കുറയില്ല. ഇന്നലെ കച്ചവടം മിനിങ്ങാത്തെക്കാളും കച്ചവടത്തിൽ കൂടുതലുണ്ടായിരുന്നു. ഉണ്ട്. ആ വന്ന ഈ മീഡിയയ്ക്ക് തരുന്ന സ്ത്രീ മീഡിയക്കകത്ത് മൊത്തം കാണുന്നവർക്ക് ഏത് മനുഷ്യനും അറിയാം ഇത് ഇവര് മദ്യപിക്കുകയോ അല്ലെങ്കിൽ സ്ഥലകാലബോധം ഇല്ലാത്ത രീതിയിലുള്ള സംസാരം വരുന്നു. അത് കഴിഞ്ഞിട്ട് പാലക്കാരെ വെല്ലുവിളിച്ചിട്ടാണ് പോയത്. നിങ്ങളെയൊക്കെ നിങ്ങൾ എടുത്തോളാം, ഇന്നെ കണ്ടോളാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പോയത്. ആ വീഡിയോയുടെ അവസാന ക്ലിപ്പിനകത്ത് കറക്റ്റായിട്ട് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. അല്ലല്ല, മെഡിക്കൽ ഒരിക്കലും അങ്ങനെ രേഖപ്പെടുത്താറില്ല. കാരണം നമ്മൾ കേസുമായിട്ട് ഇവർ കേസ് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി മെഡിക്കൽ എടുക്കണം, നിർബന്ധിച്ചാൽ മെഡിക്കൽ എടുക്കാം, അല്ലാതെ എടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നിലവിൽ ഇത് സംബന്ധിച്ച് പോലീസ് സ്റ്റേഷൻ കേസ് കൊടുക്കാൻ നിങ്ങൾക്ക് പദ്ധതിയുണ്ടോ? ഇത് എല്ലാവരുമായിട്ട് ആലോചിച്ചിട്ട് നാട്ടുകാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആലോചിച്ചിട്ട് ചെയ്യാന്നുള്ളതാണ് കൊടുക്കാം. നമുക്ക് നാട്ടുകാരെ ഉള്ളല്ലോ ഈ കാര്യത്തിൽ ബന്ധപ്പെടാനായിട്ട്. നമ്മുടെ ആവശ്യം. അതെ സാറേ, ഒരു കാരണവശാലും നമ്മൾ പഴയ ബീഫ് കൊടുത്തില്ല. കാരണം തലേദിവസം എന്ന് പറഞ്ഞാൽ നമുക്ക് 11 മണിയായപ്പോൾ ഞങ്ങളുടെ പ്രസ്ഥാനം അടച്ച് ഞങ്ങൾ വീട്ടിൽ പോയി ആൾക്കാരാണ് കടയടച്ച്. ഞങ്ങൾക്ക് പോലും ഭക്ഷണം കിട്ടിയില്ലായിരുന്നു. സ്റ്റാഫുകൾ പോലും കഴിക്കാൻ ഭക്ഷണമില്ലായിരുന്നു. ഇവർ പറഞ്ഞ വീഡിയോക്കകത്ത് പറയുന്നു പല സ്ഥലങ്ങളിൽ 10 മണിക്ക് പല സ്ഥലങ്ങളിൽ ചെന്നപ്പോൾ ഭക്ഷണം കിട്ടിയില്ല. അങ്ങനെയാണ് ഞങ്ങൾ ഈ വന്ന് തട്ടുകട റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന തട്ടുകടയാണ്. അവിടുന്ന് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന തട്ടുകടയിലാണ് സാറിന് വണ്ടി നിർത്തി കയറുന്നത്. റൈറ്റ് സൈഡിൽ തട്ടുകട കയറിയതിന് ഉദ്ദേശം വേറെ ഉണ്ടോ എന്നുവരെ ഞങ്ങൾക്ക് സന്ദേഹമുണ്ട്. അതായത് പാഗോണിൽ നിന്ന് വരുന്ന വണ്ടി പേട്ടയിൽ ഇഷ്ടം പോലെ രാത്രി കടകളുണ്ട്. അത് കഴിഞ്ഞിട്ട് പാലായി വന്ന് ഈ റൈറ്റ് സൈഡിൽ തന്നെയുള്ള കടയിൽ കയറുന്നതിൽ എന്തോ ഉദ്ദേശം എനിക്ക് തോന്നുന്നു. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തത് ഇങ്ങനെ ഞാൻ ലൈവ് കണ്ടതേ ഉള്ളൂ, അല്ലാതെ വേറെ എന്നോ അറിഞ്ഞില്ല. ഒന്നുമില്ല. ഇതിനകത്ത് രാഷ്ട്രീയമോ ജാതിയോ മതമോ ഒന്നുമില്ല. ഇദ്ദേഹം ഒരു നല്ല വ്യക്തിയാണ്. കാരണം ഇദ്ദേഹത്തെക്കുറിച്ചൊരു മോശമായിട്ട് ഒരാൾക്ക് പോലും പറയാൻ പറ്റത്തില്ല. കാരണം വരുന്നവർക്കെല്ലാം നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കുന്ന, മനസ്സറിഞ്ഞ് ഭക്ഷണം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്.
ഇദ്ദേഹത്തിനെ അവഹേളിക്കുന്ന രീതിയിൽ കണ്ടുകൊണ്ടാണ് ഞങ്ങളെപ്പോലെയുള്ള നാട്ടുകാർ ഇതിനകത്ത് പുള്ളിയുടെ കൂട്ടത്തിൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്.